RRT സംഘത്തിന്റെ കാവലിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന അധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുണ്ടാകില്ല. എന്നാൽ മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരീക്ഷക്കാലത്ത് RRT സംഘം കാവലാണ്. പടയപ്പയടക്കം ഒരു പറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം. സ്കൂളിന് മാത്രമല്ല, സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും RRTയുടെ കാവലുണ്ട്. പടയപ്പയടക്കം ഒരു പറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് ആനപ്പിടിയിൽ പരീക്ഷ എഴുതേണ്ടെന്ന ഗതികേടിലേക്ക് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത്. ആനപ്പേടിയില്ലാതെ പരീക്ഷ എഴുതുവാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മൂന്നാർ RRT സംഘം കാവൽ നിൽക്കുകയാണെന്ന് അധ്യാപകർ പറയുന്നു. SLC എക്സാം ഡ്യൂട്ടി തുടങ്ങുന്നതിലിருந்து ഇപ്പോൾ കാലയിൽ 6 മണിക്ക് പോയി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. അപ്പം எங்களுக்கு கூட ஃபுல் சப்போர்ட்டாக RRT வராங்க. இந்த படையப்பா யானையோட ஒரு தொல்லை இருக்கிறதுனால RRT காலையில் 6:30 இங்கே கூட கொஸ்டின் பேப்பர் எடுத்து இங்கே கொண்டு வந்துட்டு எக்ஸாம் முடிக்கிற வரைக்கும் நல்ல பாதுகாப்பும் கொடுக்குறாங்க. எக்ஸாம் ஒரு பிரச்சனை இல்லாமல் நல்லபடியாக நடக்கும். വിദ്യാലയത്തിനുള്ളിൽ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ പുറത്ത് ജാഗ്രതയോടെ RRT സംഘം കാവൽ നിൽക്കും. ആനകൾ സ്കൂൾ പരിസരത്ത് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്ന് RRT സംഘാംഗങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സ്കൂളിന് മാത്രമല്ല, സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും തങ്ങൾ സുരക്ഷയൊരുക്കിയിട്ടുണ്ടെന്ന് RRT സംഘം പറയുന്നു. ഗൂഡാർവിള ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് കാട്ടാന സ്ഥിരമായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് ഉള്ളതുകൊണ്ട് നമ്മളുടെ ഫോറസ്റ്റിൻ്റെ സേവനം RRTയുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ രാവിലെ മൂന്നാർ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ 6:30 ആകുമ്പോൾ എടുത്ത് സ്കൂളിൽ എത്തിക്കുകയും തുടർന്ന് ഈ പിള്ളേർ പരീക്ഷ എഴുതി തീരുന്നവരെ സ്കൂൾ പരിസരത്ത് തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്ത് കാട്ടാന വല്ലതും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അങ്ങനെ കാട്ടാന ഉണ്ടെങ്കിൽ അത് ഓടിച്ച് ഈ പിള്ളേർക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് കൊണ്ടുപോകാനാണ് RRT ടീം ഇവിടെ നിൽക്കുന്നത്. കാട്ടാനകൾ സ്കൂൾ പരിസരത്തേക്ക് എത്തിയാൽ തുരത്താൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെയും സംഘം കയ്യിൽ കരുതിയിട്ടുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും RRT സംഘത്തിന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. വേനൽക്കനത്ത് കാട്ടാനശല്യം രൂക്ഷമായതു മുതൽ മൂന്നാറിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള RRT സംഘം കാട്ടാനകളെ തുരത്താനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ്.